രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിൽ പോലീസ് സംഘം പാലക്കാട് കുന്നത്തൂർമേടുള്ള ഫ്ളാറ്റിലേക്കാണ് പോലീസ് സംഘം എത്തിയത്. സ്വകാര്യ വാഹനത്തിലാണ് അന്വേഷണ സംഘ ഉദ്യോഗസ്ഥർ എത്തിയത്. ഗോകുൽ വിഎസ്. ഗോകുൽ, ഇത് തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘമാണോ? ഈ പ്രത്യേക അന്വേഷണ സംഘമാണോ? പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയത്. രാഹുലിന്റെ ഫ്ളാറ്റിലേക്ക് ആദ്യം സംഘം ഒരു സ്വകാര്യ വാഹനത്തിൽ പോയി, അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ ഒരു ജീപ്പിലാണ് രണ്ടാമത്തെ സംഘവും ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ രണ്ട് വണ്ടികളിലായി വന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ ഫ്ളാറ്റിനുള്ളിലുള്ളത്. രാഹുൽ താമസിക്കുന്ന ഫ്ളാറ്റിനുള്ളിലേക്ക് രണ്ട് സംഘങ്ങളായി വന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ കയറിയിരിക്കുന്നു. അതിലൊരു സംഘം CCTV പരിശോധനകൾ നടത്തുന്നുണ്ട്. അതേസമയം തന്നെ മറ്റ് ഒരു സംഘം മുകളിലേക്ക്, രാഹുലിന്റെ മുകളിലെ ഫ്ളാറ്റിലേക്കും പോയിട്ടുമുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളിലായി നിന്നുകൊണ്ട് ഇവർ പരിശോധനകൾ നടത്തുന്നുണ്ട്. അതേപോലെ സമയം തന്നെ സെക്യൂരിറ്റി റൂമിനടുത്തുള്ള CCTVകൾ ഒരു സംഘം പരിശോധിക്കുന്നുമുണ്ട്. വ്യാപകമായി തന്നെ ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങൾ പോലീസ് നടത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് രാഹുൽ എപ്പോഴും ഇങ്ങോട്ട് വന്നിരുന്നു തുടങ്ങിയ കാര്യങ്ങളും അതോടൊപ്പം തന്നെ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ഈ പരാതിയിൽ പറയുന്നത് അതിൽ ഒരു സ്ഥലം ഈ ഫ്ളാറ്റാണ്, ഈ ഫ്ളാറ്റിൽ എത്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഇവിടെ വെച്ചും പരിശോധനകൾ നടത്തുകയാണ്. ഇപ്പോൾ അന്വേഷണ സംഘം രണ്ട് സംഘങ്ങളെ തിരിഞ്ഞുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയത്. അതിൽ ഒരു സംഘം ആദ്യം ഈ സെക്യൂരിറ്റി റൂം പരിശോധിക്കുന്നു. അതിനുശേഷം മറ്റൊരു സംഘം രാഹുലിന്റെ ഫ്ളാറ്റിലും പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. നമ്മൾ രാവിലെ വന്നപ്പോൾ രാഹുലിന്റെ പ്രതികരണം എങ്ങനെയാണ്? രാഹുൽ എപ്പോഴാണ് അവിടെ വന്നത്? അവസാനമായി എപ്പോഴാണ് വന്നത്? രാഹുലിനെ എപ്പോഴാണ് കണ്ടത്? അവിടുത്തെ താമസക്കാർ ഉൾപ്പെടെയുള്ളവർ എന്താണ് പറയുന്നത്? സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ എന്താണ് പറയുന്നത്? പോലീസിന്റെ നിരീക്ഷണം നേരത്തെയും ഇല്ലേ ഈ ഫ്ളാറ്റിൽ ഈ കേസ് വന്നപ്പോൾ തന്നെ? തീർച്ചയായും പോലീസിന്റെ നിരീക്ഷണമുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ഈ പ്രദേശത്തിലുള്ളവർ അല്ലെങ്കിൽ ഫ്ളാറ്റിലുള്ളവരൊന്നും തന്നെ അത്തരത്തിലൊരു പ്രതികരണത്തിനൊന്നും തന്നെ തയ്യാറല്ല. അവർക്ക് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വരാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുന്നതിലൊന്നും തന്നെ താല്പര്യമില്ല. അവർ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമാക്കിയിട്ടില്ല. ആകപ്പാടെ നമ്മൾ ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥർ വന്നു പ്രാഥമികമായ ഒരു വിവരം ശേഖരിച്ചു എന്നുള്ളത് മാത്രമാണ്. മറ്റു കുറിച്ച് രാഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചപ്പോഴൊന്നും തന്നെ അതിനൊരു വൈമുഖ്യം പ്രകടിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. യാതൊരു തരത്തിലുള്ള മറുപടിയും അവരുടെ ഭാഗത്തു നിന്നൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. ഏതായാലും ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഇവിടേക്ക് എത്തുന്നു, ഈ ഫ്ളാറ്റിൽ അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇപ്പോൾ ആ ഫ്ളാറ്റിലെ സെക്യൂരിറ്റി റൂമിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ സെക്യൂരിറ്റി റൂമിലുള്ള CCTV ദൃശ്യങ്ങൾ സംഘം പരിശോധിക്കുന്നുണ്ട്. അതേസമയം തന്നെ മറ്റു ഫ്ളാറ്റിനുള്ളിലെ മറ്റു വിവരങ്ങളും അന്വേഷണ സംഘം തേടുന്നുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ആ പരാതിയിൽ പറയുന്ന ഒരു സ്ഥലം, ഈ യുവതിയുടെ പരാതിയിൽ പറയുന്ന ഫ്ളാറ്റ് ഈ പ്രദേശത്താണോ അല്ലെങ്കിൽ ഇതാണോ, ഈ ഫ്ളാറ്റിലെ കാര്യമാണ് പറയുന്നത്, അതനുസരിച്ച് അതിന്റെ തെളിവുകൾ, ഈ യുവതിയുടെ മൊഴി പ്രകാരമുള്ള തെളിവുകൾ കൂടി ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഇവിടേക്ക് എത്തിയത്. അതേസമയം തന്നെ സ്വാഭാവികമായും ഫ്ളാറ്റിലും പരിശോധന നടത്തും. നിലവിൽ ഇപ്പോൾ ഫ്ളാറ്റിലുള്ളത് രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ രാവിലെ പുറത്തേക്ക് വരികയൊക്കെ തന്നെ ചെയ്തതാണ്. അവർ ഈ ഫ്ളാറ്റിലുണ്ട് എന്നുള്ളതാണ് കരുതുന്നത്. അപ്പോൾ അവരോടുകൂടി വിവരങ്ങൾ ചോദിച്ചറിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ രാഹുൽ താമസിക്കുന്ന ഫ്ളാറ്റിൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്.